മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന്റെ ഭാഗമായി റാസ ജനുവരി 15-നും 16-നും നടക്കും. ഇതിന്റെ ഭാഗമായുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കും വിധം വാഹന ഗതാഗതം ക്രമീകരിക്കാൻ സർക്കാർ തല അവലോകന യോഗത്തിൽ തീരുമാനമായി. ജനുവരി 5 മുതൽ 16 വരെ നടക്കുന്ന പെരുന്നാളിന് മുന്നോടിയായുള്ള സർക്കാർ തല അവലോകന യോഗമാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ തീരുമാനിച്ചത്. റാസ കടന്നുപോകുന്ന സമയത്ത് വഴിയോര കച്ചവടം ഒഴിവാക്കും. വാഹന ഗതാഗതം മറ്റു വഴികളിലൂടെ പരമാവധി തിരിച്ചുവിടുന്നതിനും ക്രമീകരണമൊരുക്കും. വാർത്തകളിൽ കൊടുക്കുമ്പോൾ ഒരു തിരുത്തൂടെ ഉണ്ട്. അവരതിനുശേഷമാണ് കോറപ്പിസ്കോപ്പ ആയിട്ടുള്ളത്. ദയവായിട്ട് വെരി റവറൻഡ് ജേക്കബ് ജോൺ കല്ലട കോറപ്പിസ്കോപ്പ, ഡി ഗീവർഗീസ് കോറപ്പിസ്കോപ്പ. അത് നോട്ടീസ് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പായതുകൊണ്ടാണ് റവറൻഡ് ഫാദർ എന്ന് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അവർ കോറപ്പിസ്കോപ്പ ആയിട്ടുള്ള അത് ഞങ്ങളെക്കാൾ അറിയാമല്ലോ. അതുകൊണ്ട് അത് കോറപ്പിസ്കോപ്പ അച്ഛന്മാരാണ്. അത് 5 പേർ കുർബാന അവരോട് ചേർന്നു. യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ KV ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ കൃഷ്ണകുമാരി, സ്ഥിരം സമിതി അധ്യക്ഷരായ നൈനാൻ, സി കുറ്റിശ്ശേരി, കൌൺസിലർമാരായ തോമസ് മാത്യു, ബിനു വർഗീസ്, ഭദ്രാസന സെക്രട്ടറി ജോൺ സീപ്പൻ, ഡെപ്യൂട്ടി തഹസീൽദാർ സുരേഷ് ബാബു, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം സൈമൺ വർഗീസ് കൊമ്പശ്ശേരിൽ, കത്തീഡ്രൽ വികാരി അജി കെ തോമസ്, ഭദ്രാസന കൌൺസിൽ അംഗങ്ങൾ, മീഡിയ സെന്റർ പ്രസിഡന്റ് S അഖിലേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ, കത്തീഡ്രൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ചാപ്പൽ പ്രതിനിധികൾ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.